ഇനി വയനാട്ടിലേക്കാണ്. അവിടെ നീർവാരം അമ്മാനിയിൽ പുള്ളിപ്പുലി പരിക്കേറ്റ നിലയിൽ തോട്ടിൽ വീണ് കിടക്കുന്ന നിലയിലാണ് പുലിയെ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. പരിശോധന നടക്കുകയാണ്. എം കമൽ വിവരങ്ങളുമായി ചേരുന്നു. കമൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? അവശ നിലയിലാണോ പുലി? പുലിക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു തോട്ടിലാണ് തോടിന്റെ സൈഡിലാണ് പുലി കിടക്കുന്നത്. നിർവാരത്തിനടുത്ത്, പനമരത്തിനടുത്താണ് ഈ നിർവാരം എന്ന സ്ഥലം. അവിടെ അമ്മാനിയിലാണ് ഇത്തരത്തിൽ പുലിയെ കണ്ടെത്തിയിട്ടുള്ളത്. വനംവകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉടനെ പുലിയെ അവിടെ നിന്ന് മയക്കി കൊണ്ടുപോകും എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുക. എന്തായാലും രാവിലെ 6:30ക്കാണ് നാട്ടുകാർ ഈ പുലിയെ ആദ്യം കാണുന്നത്. വനംവകുപ്പിനെ വിവരം അറിയിച്ച് വനംവകുപ്പ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും പുലി അവിടെ അവശനായി കിടക്കുന്ന നിലയിൽ തന്നെയാണ്. അവിടെ നിന്ന് മാറുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ പരിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. കമൽ, ആരാണ് ഈ പുലിയെ അവിടെ ആദ്യം കണ്ടത്? ആരാണ്? നാട്ടുകാരാണോ? അവിടുത്തെ നാട്ടുകാരാണ് പുലിയെ ആദ്യം കണ്ടത് രാവിലെ 6:30യോടെ. അങ്ങനെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. അതിനുശേഷം വനംവകുപ്പ് സ്ഥലത്തെത്തി ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യും. എന്തായാലും എത്രയും പെട്ടെന്ന് പുലിയെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എങ്ങോട്ടേക്കായിരിക്കും മാറ്റുക കമൽ? പുലിയുടെ പരിക്കിന്റെ കാര്യങ്ങളും ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിയ ശേഷമായിരിക്കും വനംവകുപ്പ് ഓഫീസിലേക്കായിരിക്കും താൽക്കാലികമായി മാറ്റുക. പിന്നീട് മറ്റു കാര്യങ്ങൾ നോക്കിയ ശേഷമേ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ നമ്മൾ ഇത് എപ്പോഴാണ് കമൽ ഈ പുലിയെ കണ്ടതായി ഉള്ള വിവരം വന്നത്? നമ്മൾ 2 ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് രാത്രിയിലുള്ള ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു. രാത്രിയിൽ ചില ആളുകൾ കണ്ട് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. പക്ഷെ പുലി കടന്നു പോയിട്ടുണ്ടാകുമെന്നാണ് ആളുകൾ കരുതിയത്. പക്ഷെ രാവിലെയാണ് ഈ പുലിയെ തോട്ടിന് സമീപത്ത് പരിക്കേറ്റ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ശരി കമൽ. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് വയനാട് നീർവാരം അമ്മാനിയിൽ നിന്നാണ്. അവിടെയാണ് ഈ പുള്ളിപ്പുലിയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ അത് രാത്രിയിൽ ഒരു പ്രദേശവാസി പകർത്തിയ ദൃശ്യങ്ങളാണ്. ആ പുലി പോയി കാണും, അല്ലെങ്കിൽ വനത്തിലേക്ക് കാട് കയറി കാണുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ പിറ്റേന്ന് രാവിലെ പുലർച്ചെ നാട്ടുകാരാണ് ഈ പരിക്കേറ്റ നിലയിൽ തോട്ടിൽ വീണ് കിടക്കുന്ന നിലയിൽ ഈ പുലിയെ കണ്ടത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. അവിടെ നിന്ന് ഉടനെ പുലിയെ മാറ്റാനുള്ള നടപടികളൊക്കെ ആരംഭിക്കും. ഈ പുലിയുടെ പരിക്കൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും എങ്ങോട്ടേക്ക് മാറ്റണം, ചികിത്സ നൽകേണ്ടതുണ്ടോ, ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കുക. സാരമായ പരിക്കുണ്ടോ കമൽ? കമൽ, കേൾക്കാമോ? പുലി ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറുന്നില്ല, അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പുലിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ പരിക്കോ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. എന്തായാലും മയക്കി പിടികൂടിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു വിവരം ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ചുറ്റും ആളുകളൊക്കെ ഏകദേശം അടുത്ത സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടും പുലി അനങ്ങാതെ ഈ തോടിന്റെ കരയിൽ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് പരിക്കേറ്റ് കിടക്കുകയാണ് എന്ന് തന്നെയാണ് നിഗമനം. കൂടുതൽ ചികിത്സ നൽകേണ്ട രീതിയിലുള്ള പരിക്കുണ്ടെന്നാണോ നാട്ടുകാരൊക്കെ പറയുന്നത് കമൽ? പുലിയെ ദൂരെ നിന്ന് നിരീക്ഷിക്കാനേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ നിരീക്ഷണത്തിൽ പുലിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഡോക്ടറടക്കമുള്ള സംഘം, വെറ്റിനറി ഡോക്ടർ അടക്കമുള്ള സംഘം പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവുകയുള്ളൂ. സാധാരണ നിലയിൽ ഇത്തരത്തിലൊരു ജനവാസ മേഖലയിൽ കാടൊന്നും ഇല്ലാത്തൊരു പ്രദേശത്ത് പുലി ഇത്തരത്തിൽ കിടക്കുകയില്ല. ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റ് തന്നെയാകും പുലി അവിടെ കിടക്കുന്നത് എന്ന് തന്നെയാണ് വനംവകുപ്പിന്റെ നിഗമനം. എത്രയും പെട്ടെന്ന് പുലിയെ അവിടെ നിന്ന് മാറ്റി ചികിത്സ ആവശ്യമാണെങ്കിൽ നൽകാനാണ് തീരുമാനം. ഈ സാധാരണ ഈ വയനാട് നീർവാരം എന്ന് പറയുന്നത് പുലി ഇറങ്ങാറുള്ള ഒരു സ്ഥലമാണോ കമൽ? നീർവാര മേഖലയിൽ കാട്ടാനകൾ സ്ഥിരമായി നാട്ടിലിറങ്ങുന്ന ഒരു മേഖലയാണ്. പുലിയോ കടുവയോ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ അത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള സംഭവങ്ങൾ മുൻപ് കേട്ടിട്ടില്ല. രാത്രികാലത്തൊക്കെ അപൂർവമായി ഇറങ്ങുന്നതല്ലാതെ അത്തരത്തിൽ ഒരു വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള മേഖലയല്ല. കാട്ടാനകൾ സ്ഥിരമായി കൃഷിയിടത്തിലൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അടുത്ത് വനമുണ്ട്. അവിടെ നിന്നാകും പുലി എത്തിയതെന്നാണ് കരുതുന്നത്. ഇന്നലെ രാത്രി ഈ ദൃശ്യങ്ങൾ പകർത്തിയ വ്യക്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നില്ലേ ഈ സ്ഥലത്ത് പുലിയെ കണ്ടിരുന്നുവെന്നൊക്കെ? ഇന്ന് രാവിലെയാണ് വനംവകുപ്പിനെ വിവരം അറിയിച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നത്.
ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് നീർവാരത്താണ് നീർവാരം അമ്മാനിയിലാണ് പുള്ളിപ്പുലിയെ തോട്ടിൽ വീണ് പരിക്കേറ്റ നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയും കണ്ടിരുന്നു, പക്ഷേ ഇന്ന് പുലർച്ചെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നത്. ഇന്നലെ രാത്രി കണ്ടപ്പോൾ അത് വനമേഖലയിലേക്ക് പുലി കയറി കാണും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. ഇപ്പോൾ പരിക്കേറ്റ നിലയിലാണ് ഈ പുള്ളിപ്പുലിയെ ഈ നീർവാരത്ത് തോട്ടിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടത്. എണീക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അവശ നിലയിലാണ്. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്.